സത്യയുഗ പൊൻപുലരി വിടർത്തും നിത്യ തപസ്സികളല്ലോ നാം. മർത്യകുലത്തിൻ അമൃതം പകരും മംഗള തേജസ്സല്ലോ നാം. നോക്കൂ, എന്തൊരു ആത്മവിശ്വാസമാണ് അവിടെ. ഞാൻ എന്ന് പറയുന്നത് ഒരു നിസാര വ്യക്തിയല്ല. മർത്യകുലത്തിന് അമൃതം പകരും മംഗള തേജസ്സാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു അരവിന്ദന്റെ ഒരു വലിയ ദർശനം കൂടെ വരുന്നുണ്ട് കേട്ടോ. സത്യത്തില് സ്വാമി വിവേകാനന്ദന്റെയും അരവിന്ദന്റെയും ദർശനമാണ് സംഘ സിദ്ധാന്തത്തിന്റെ അടിത്തറയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അതില് അരവിന്ദന്റെ ഒരു തിയറി ഉണ്ട്. അത് സത്യത്തിൽ ലോകം ഇനിയും അതിലേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരു സൂപ്രാമെന്റൽ ബീയിങ് ഉണ്ടാകുന്നതാണ്, ഒരു അതിമാനവികൻ ഉണ്ടാകുന്നതാണ്. നമ്മുടെ നിലവിലുള്ള മാനവ കുലം എവല്യൂഷൻ, ഞാൻ ആദ്യം പറഞ്ഞ വാക്കുണ്ടല്ലോ എവല്യൂഷൻ, പരിണമിച്ചിട്ട് ഒരു സാത്വിക മാനവ കുലം ഉണ്ടാകുന്നതാണ്. അവിടെ യുദ്ധങ്ങൾ ഉണ്ടാവില്ല, അവിടെ വർഗീയത ഉണ്ടാവില്ല, മതസ്പർദ്ധ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത്തരം ഒരു മാനവനെയാണ് ഇവിടെ നമ്മൾ സ്വപ്നം കാണുന്നത്. ഞാൻ വെറും ഒരു മനുഷ്യനല്ല, മർത്യകുലത്തിന് അമൃതം പകരുന്ന മംഗള തേജസ്സാണ്. ആ അമൃതം എന്ന വാക്ക് എത്ര ആപ്റ്റാണെന്നറിയോ? അമൃതം എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിക്കുന്നതാണ്.